താലം പൊലിക്കും വഴിപാടുമാത്രം താലപ്പൊലിക്കുള്ള വിശിഷ്ടകർമ്മം താലപ്പൊലിക്കുള്ളൊരു ചിട്ടവട്ടം താലപ്പൊലിക്കാർ വിരചിച്ചു മുന്നം അമ്പയ്ക്കു മുമ്പായൊരു പെൺപിറന്നോരമ്പോട് മുമ്പിട്ടു നടന്നിടേണം പ്ലാപ്പിള്ളി വീട്ടിൽ പെടുവോരു വേണം കോപ്പിട്ടു പോയി കുത്തുവിളക്കു കാട്ടാൻ. ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂരിൽ കിഴക്കേവല്ലത്ത് നാരായണമേനോന്റെയും തയ്യപ്പറമ്പിൽ പാറുക്കുട്ടിയമ്മയുടെയും മകനായി 1934 ജനുവരി 14 മഹാകവി തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടിമേനോൻ ജനിച്ചു. ചേരമാംപെരുമാളിന്റെ ഭരണകാലം മുതൽ ആ രാജാധികാരത്തിന്റെ രക്ഷാകർതൃത്വത്തിൽ കഴിഞ്ഞിരുന്ന പ്രസിദ്ധമായ നായർ കുടുംബങ്ങളായിരുന്നു കാത്തോളിൽ, വെള്ളാപ്പിള്ളി, കിളിക്കോട്ട്, തയ്യപ്പിള്ളി എന്നീ തറവാട്ടുകാർ. തയ്യപ്പിള്ളി എന്ന വീട്ടുപേര് രൂപാന്തരം പ്രാപിച്ചാണ് പിന്നീട് തയ്യപ്പറമ്പുണ്ടാകുന്നത്. തയ്യപ്പറമ്പിൽ പാറുക്കുട്ടിയമ്മയുടെ അച്ഛൻ, കഥാപുരുഷന്റെ മുത്തച്ഛൻ, കൊടുങ്ങല്ലൂർ ഗുരുകുലത്തിന്റെ യശസ്സിന് മകുടം ചാർത്തിയിരുന്ന പ്രശസ്ത കവി കാത്തുള്ളിൽ അച്യുതമേനോനായിരുന്നു. മലയാളത്തിലെ ഓരോ കവികളെയും ഓരോ പുഷ്പങ്ങളോട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കവിപുഷ്പമാല എന്ന കൃതി മലയാള കവിതാ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒന്നാണ്. 2 ഭാഗങ്ങളുള്ള ജൈമിനി അശ്വമേധം എന്ന ബൃഹത് കാവ്യം ഉൾപ്പെടെ ഒട്ടേറെ കൃതികൾ ഭാഷയ്ക്ക് സമ്മാനിച്ച കവി കൂടിയാണ് ഗോപാലൻകുട്ടിമേനോന്റെ മുത്തച്ഛനായ കാത്തുള്ളിൽ അച്യുതമേനോൻ. കാത്തുള്ളിൽ അച്യുതമേനോന്റെ വീട്ടിൽ നിലനിന്നിരുന്ന കാവ്യാത്മകമായ അന്തരീക്ഷവും ചെറുപ്പത്തിലെ കവികളുമായി ഇടപഴകാനുണ്ടായ അവസരവും ഗോപാലൻകുട്ടിമേനോനിൽ കാവ്യാഭിരുചി വളർത്തുന്നതിന് സഹായകമായി. ആ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ട കാവ്യകേളികളുടെ മധുരോദ്ധാരമായ ശബ്ദവും താളവും തയ്യപ്പറമ്പിലിൻ്റെ ആത്മതാളമായി മാറിയിട്ടുണ്ടായിരുന്നു. പ്രശസ്ത കവിയും പണ്ഡിതനുമായിരുന്ന കൂനേഴത്ത് പരമേശ്വരമേനോനായിരുന്നു തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടിമേനോന്റെ ആദ്യ ഗുരു. അദ്ദേഹം കൊടുങ്ങല്ലൂർ കളരിയിലെ പ്രതിഭാധനനായ കവിയായിരുന്നു. മാത്രമല്ല അച്ചമ്പങ്ങളുടെ ഭർത്താവും കൂടിയായിരുന്നു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം വിവർത്തനം ചെയ്തപ്പോൾ തർജ്ജമ കേട്ട് എഴുതിയിരുന്നവരിൽ ഒരാൾ കൂനേഴത്ത് പരമേശ്വരമേനോനായിരുന്നു. കൂനേഴന്റെ ശിഷ്യത്വം ബാല്യത്തിൽ തന്നെ ലഭിക്കാനിടയായത് തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടിമേനോനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അനുഗ്രഹമായിരുന്നു. സംസ്കൃത ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾ ഗുരുകുല സമ്പ്രദായത്തിലുള്ള ആ പഠനകാലയളവിൽ അദ്ദേഹത്തിന് ആവോളം ഹൃദിസ്ഥമാക്കാൻ കഴിഞ്ഞു. അക്കാലത്ത് ലഭിച്ച ശിക്ഷണം ഒരു ക്ലാസിക്കൽ കാവ്യ പാരമ്പര്യത്തിൻ്റെ ജൈവികതയെ രക്തത്തിൽ സന്നിവേശിപ്പിക്കാൻ പര്യാപ്തവുമായിരുന്നു. ബാല്യകാലം മുതൽ അക്ഷരശ്ലോക മത്സരങ്ങളിൽ പങ്കെടുത്തതുകൊണ്ട് ലഭിച്ച പദസമ്പത്തും താളബോധവും പിൽക്കാലത്തെ കാവ്യജീവിതത്തിൽ ഒരു കരുതൽ ധനമായി. തുടർന്ന് കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിൽ ചേർന്ന് പഠിച്ച് 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി. സ്കൂളിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്നൊരു കയ്യെഴുത്ത് മാസികയിൽ വിലാപം എന്ന പേരിൽ ഒരു കവിത പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് തന്നിൽ ഒരു കവിയുണ്ടെന്ന് തയ്യപ്പറമ്പൻ പ്രഖ്യാപിച്ചത്. അധ്യാപകനായിരുന്ന പള്ളുരുത്തിക്കാരൻ രാമകൃഷ്ണൻ മാഷുടെ പ്രേരണയും പ്രചോദനവുമാണ് അദ്ദേഹത്തിലെ കവിയെ തൊട്ടുണർത്തിയത്. 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ടായിരുന്ന ലാമൻ്റ് എന്ന കവിതയുടെ ആശയമാണ് ആദ്യ കവിതയ്ക്ക് വിഷയമാക്കിയത്. ഹൃദയാന്തരാളത്തിൽ വേരുകളാഴ്ത്തിയ കവിത്വത്തിൻ്റെ ഒരു ചെറുചെടി വളർന്ന് പന്തലിച്ച് പുഷ്പിച്ച് നറുമണം പരത്താൻ ഏറെ നേരമെടുത്തു എങ്കിലും അതിൻ്റെ ഹൃദ്യമായ ഗന്ധം എന്നെന്നും ഭാഷയുടെ അന്തരീക്ഷത്തെ സുഗന്ധപൂരിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കി ശ്ലോകങ്ങളും മുക്തകങ്ങളും എഴുതിക്കൊണ്ട് കവിതയുടെ കളരിയിൽ താനുമുണ്ടെന്ന് അദ്ദേഹം സുഹൃത്തുക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. പൈതൃകമായി കിട്ടിയ കഴിവും നിരന്തരമായ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത അറിവും സമഞ്ജസമായി തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോനിൽ സമ്മേളിച്ചപ്പോൾ സർഗാത്മകത അതിൻ്റെ ശോഭയോടെ പ്രതിഫലിക്കാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ താൻ എഴുതുന്ന കവിതകൾ പ്രസിദ്ധീകരണത്തിന് അയക്കാതെ സുഹൃത്ത് സദസ്സുകളിൽ ചൊല്ലിക്കേൾപ്പിച്ച് ആത്മസംതൃപ്തി അടയുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായ ഗോപാലൻകുട്ടി മേനോൻ പാലക്കാട് ചിറ്റൂരിൽ ഗവൺമെൻറ് UPS അമ്പാട്ടുപാളയത്തിൽ താൽക്കാലിക അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 1 വർഷം മാത്രമേ അവിടെ ജോലി ചെയ്തുള്ളൂ. താമസിയാതെ സ്ഥിരം അധ്യാപകനായി കുന്നംകുളം സ്കൂൾ എന്നറിയപ്പെടുന്ന മേത്തല ഗവൺമെൻറ് സ്കൂളിൽ നിയമനം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് കൊടുങ്ങല്ലൂർ ബോയ്സ് LPS, ഗേൾസ് LPS, ടൗൺ LPS, കാരുമാത്ര ഗവൺമെൻറ് LPS എന്നിവിടങ്ങളിലും ജോലി ചെയ്തു. 37 വർഷത്തെ അധ്യാപക ജീവിതത്തിന് തിരശ്ശീലയിട്ടുകൊണ്ട് പുല്ലൂറ്റ് ഗവൺമെൻറ് LPSൻ്റെ പടിയിറങ്ങുമ്പോൾ തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ അവിടുത്തെ ഹെഡ്മാസ്റ്ററായിരുന്നു. ഗോപാലൻകുട്ടി മേനോൻ്റെ ഔദ്യോഗിക ജീവിതം തികച്ചും ആഹ്ലാദകരമായിരുന്നു. അധ്യാപനകലയെ കവിതകൾ കൊണ്ടും കഥകൾ കൊണ്ടും അദ്ദേഹം സർഗാത്മകമാക്കി. അറിവിൻ്റെ കാന്തി കൊണ്ട് പ്രഭാമയമാക്കി. തൻ്റെ ശിക്ഷഗണങ്ങളുടെ ലോകബോധത്തെയും ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും കൃത്യമായി രൂപീകരിക്കുന്നതിലും അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. ശിക്ഷഗണങ്ങളെ നല്ല മനുഷ്യരാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപനകലയെ മുന്നോട്ടു നയിച്ച മൂല്യവിചാരം. അധ്യാപക ജീവിതകാലത്ത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന സുഹൃത്തുക്കൾക്ക് മംഗളശ്ലോകമെഴുതി സമർപ്പിക്കുക തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ്റെ ഒരു പതിവായിരുന്നു. തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ എൻ്റെ സുഹൃത്താണ്. അക്ഷരശ്ലോക കലയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഗുരുസ്ഥാനീയനുമാണ്, ജ്യേഷ്ഠനുമാണ്. ആ നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ വളരെയേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ എത്രമാത്രം അർഹനാണ് ഞാനെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുന്ന കുറച്ച് പേരിൽ ഒരാൾ ഞാനാണെന്ന് അഭിമാനിക്കുന്നു. എന്തുകൊണ്ടോ സംസ്കൃത വൃത്തത്തിൽ നിന്ന് മലയാള കവിത വഴിതിരിഞ്ഞ് മാറിത്തുടങ്ങിയ ഘട്ടത്തിലാണ് ഗോപാലൻകുട്ടി മേനോൻ അതിനെ മുറുകെ പിടിച്ചത്. പങ്കനേത്ര വിലാപം അദ്ദേഹത്തിന് കണ്ണ് കാണാതിരുന്നപ്പോൾ, കണ്ണ് കാണാം പക്ഷെ വേണ്ടത്ര കാഴ്ചയില്ലാതെ വന്നപ്പോൾ കൊടുങ്ങല്ലൂർ ഭഗവതിയോട് തൻ്റെ കണ്ണുകളെ കാഴ്ചയുള്ളതാക്കി മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൃതിയാണ്. ചുരുക്കത്തിൽ അതാണ് അതിൻ്റെ ഉള്ളടക്കം. പങ്കനേത്ര വിലാപം തനിക്ക് കണ്ണ് കാണാത്ത സ്ഥിതിയിൽ അദ്ദേഹം സദൃശമായ ഒരു ചുറ്റുപാടിൽ എഴുതിയ കൃതിയാണ്. എല്ലാം സംസ്കൃത ശ്ലോകങ്ങളാണ്. സംസ്കൃതത്തിലെ വിവിധ വൃത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മേനോന് പ്രത്യേക വൈഭവമുണ്ട്. മംഗളശ്ലോകങ്ങളോടൊപ്പം ജീവിതത്തിൻ്റെ വ്യത്യസ്ത രംഗങ്ങളിൽ വിജയം നേടിയ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ചിത്രകാരന്മാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരെ അനുമോദിച്ചും നൂറുകണക്കിന് ഗീതങ്ങളും ശ്ലോകങ്ങളും എഴുതുകയുണ്ടായി. തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ്റെ സാഹിത്യ ജീവിതം എന്നെ വല്ലപ്പോഴും ആഹ്ലാദിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. കൊടുങ്ങല്ലൂർ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ച ഞാൻ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ മലയാള കാവ്യ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കൊടുങ്ങല്ലൂരിനെ ഒഴിവാക്കാനാവില്ല. മൺമണി കവിതകളും തമ്പുരാൻ്റെ കവിതകളും അതിനെ തുടർന്ന് പല മഹാരഥന്മാരുടെയും സാഹിത്യ ജീവിതവുമെല്ലാം കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു പാരമ്പര്യമാണ് കൊടുങ്ങല്ലൂരിനുള്ളത്. ആ പാരമ്പര്യത്തിൻ്റെ ഒടുവിലത്തെ കണ്ണി എന്ന് ഗോപാലൻകുട്ടി മേനോനെ പലരും വിശേഷിപ്പിക്കാറുണ്ട്. അതെന്തുകൊണ്ട് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അക്ഷരശ്ലോകത്തിലൂടെ ആരംഭിച്ച് അദ്ദേഹം
ധാരാളം മുക്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ധാരാളം ശ്ലോകങ്ങൾ ഈ നവീന കാലഘട്ടത്തിലും അദ്ദേഹം എഴുതുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളൊരു വളർച്ച, ആ വളർച്ചയെ ഞാൻ മുക്തകങ്ങളിൽ നിന്ന് മഹാകാവ്യത്തിലേക്കുള്ള വളർച്ച എന്ന് വിശേഷിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ മുക്തകങ്ങൾ പലപ്പോഴും സാമൂഹ്യമായ അതുപോലെ തന്നെ ജീവിതവ്യമായ അനുഭവങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. മഹാകാവ്യത്തിലേക്ക് വരുമ്പോൾ വിവേകാനന്ദൻ്റെ ജീവിതം വളരെ ഭംഗിയായി അദ്ദേഹം ആവിഷ്കരിക്കുന്നു. ഗോപാലൻകുട്ടി മേനോനെ ഓർക്കുമ്പോൾ അതൊരു പാരമ്പര്യത്തെ ഓർക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ഒരു സംസ്കൃതിയെ വീണ്ടെടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയുള്ള ഒരു സഞ്ചാരം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു സഞ്ചാരം എന്നത് പാരമ്പര്യത്തെ വീണ്ടെടുക്കുകയോ പാരമ്പര്യത്തെ പുനഃപ്രതിഷ്ഠിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതു വിഷയത്തിലും നിമിഷങ്ങൾ കൊണ്ട് കവിത ചമക്കാനുള്ള സിദ്ധിവിശേഷത്താൽ അനുഗ്രഹീതനായ അദ്ദേഹം നിമിഷകവി എന്നറിയപ്പെടാൻ അധികകാലം വേണ്ടിവന്നില്ല. എടവപ്പാതിയിലുടനീളം തുടിയും മഴയും ചാടി വരും, തൊടിയും നിലവും കുളമാകും, മുടിയും കൃഷിയും വയലുകളും. മുകളിൽ കാറുകളുയരുമ്പോൾ പകരും തിരതൻ വിരുതെല്ലാം, ജലമുയരും പടി ചാടുമ്പോൾ തുലയും കരയും വഴിമാറും. പതയും നുരയും കഴിയുമ്പോൾ പതറും പൊതുജനമത്യന്തം, കരയും കടലും കലഹിച്ചാൽ കരയും കരയിൽ കഴിവോരും. കടലിൽ മണ്ണുകളിളകുമ്പോൾ ഒടുവു സുനാമിക്കിടയാകാം, പുതിയ സുനാമി പിറക്കാതെ ക്ഷിതിതലമതുലം വാഴട്ടെ, പുതിയ സുനാമി പിറക്കാതെ ക്ഷിതിതലമതുലം വാഴട്ടെ. ഈ കഴിവിനെ അംഗീകരിച്ചും ആദരിച്ചും കൊണ്ട് നിമിഷകവിപ്പട്ടം നൽകി ഏഷ്യാനെറ്റ് ചാനൽ ആദരിച്ചത് അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തിലെ ആഹ്ലാദകരമായ ഒരു മുഹൂർത്തമായിരുന്നു. തൻ്റെ കാവ്യജീവിതത്തിന് കിട്ടിയ ആദ്യത്തെ അംഗീകാരമാണിതെന്ന് ഗോപാലൻകുട്ടി മേനോൻ അനുസ്മരിക്കുന്നു. പിറന്നാളുകളും ഷഷ്ടിപൂർത്തികളും സപ്തതിയും ശതാഭിഷേകവുമെല്ലാം മേനോൻ്റെ സാഹിത്യപ്പൂവാടിയിൽ വിടർത്തിയ കുസുമങ്ങൾക്ക് കണക്കില്ല. 1957 മെയ് 2 തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ വിവാഹിതനായി. അഷ്ടമിച്ചിറയിലെ പാലാരിൽ തങ്കഞ്ചി മേനോനായിരുന്നു വധു. അരനൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന ആഹ്ലാദകരമായ ആ ദാമ്പത്യ ജീവിതത്തിൽ 5 മക്കൾക്ക് ജന്മമേകാൻ അവർക്ക് കഴിഞ്ഞു. സൂപ്രണ്ട് ഓഫ് പോലീസായി സർവീസിൽ നിന്നും വിരമിച്ച രാധാകൃഷ്ണൻ, നാരായണൻകുട്ടി, രമാദേവി, രമണി, രമേശൻ എന്നിവരാണ് മക്കൾ. കൽപ്പന, ജയലക്ഷ്മി, ഓടമ്പള്ളി ബാലൻ മേനോൻ, ജയപ്രകാശ്, ശ്രീലത എന്നിവരാണ് മരുമക്കൾ. 2008 ഒക്ടോബർ 8 സഹധർമ്മിണിയായ തങ്കം ഈ ലോകത്തോട് വിട പറഞ്ഞു. തൻ്റെ നിത്യജീവിതത്തിന് മാത്രമല്ല കാവ്യജീവിതത്തിനു കൂടി തണലേകിയിരുന്ന സഹധർമ്മിണിയുടെ വേർപാട് അദ്ദേഹത്തെ ഏറെ ദുഃഖിതനാക്കി. ഒരു പുതിയ കാലത്തിൻ്റെ കവിതയെക്കുറിച്ച് നല്ല ബോധമുള്ളൊരു കവിയാണ് ഗോപാലൻകുട്ടി മാഷ്. പക്ഷേ
അല്ല അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിന്ന് തന്നെ ഒരു സൂചനകൾ എന്താണ് പുതിയ കാലത്തിൻ്റെ കവിതയുടെ ഒരു അതെങ്ങനെയാണ് ആളുകളോട് സംവദിക്കുന്നതെന്നും എന്താണ് അതിൻ്റെ ഒരു രീതിശാസ്ത്രം എന്നൊക്കെ ശരിക്കും ബോധമുണ്ടായിട്ടും ഒരു 150-200 വർഷത്തെയൊക്കെ പഴക്കമുള്ള ആ കാവ്യരീതിയിലേക്കാണ് അദ്ദേഹം ബോധപൂർവമുള്ളൊരു അടുക്കൽ, അതിനെ വളരെ അടുപ്പിച്ച് നിർത്തുന്ന ഒരു രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ കവിതകളിലുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ കവി പക്വമാല എന്നൊരു കൃതി. അപ്പോൾ എല്ലാത്തരം കാവ്യ സമ്പ്രദായങ്ങളും വെൺമണിക്കളരി ഉപയോഗിച്ചിരുന്ന എല്ലാ കാവ്യ സമ്പ്രദായങ്ങളും ഒരുപാട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംസ്കൃതി മഹാകാവ്യം എഴുതിയിട്ടുണ്ട്, ഖണ്ഡകാവ്യം, ധർമ്മോപദേശങ്ങൾ, ഇങ്ങനെയൊക്കെ എഴുതിയ കൂട്ടത്തിൽ പുതിയൊരു രീതിയും കൂടെ അദ്ദേഹം എഴുതിയതാണ് ഈ കവി പക്വമാല. അത് വെൺമണി കവിതകളുടെ തന്നെ ഒരു സ്വാഭാവിക പരിണാമമാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ കവികളെ പൂക്കളായിട്ടും പക്ഷികളായിട്ടും കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയൊക്കെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് സങ്കല്പിച്ച് കവികളെ വിലയിരുത്തുന്ന ഒരു സമ്പ്രദായം. അപ്പം അന്ന് കവിത ഒരുപാട് ഇങ്ങനെ കവിത ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തമ്പുരാനൊക്കെ, കുഞ്ഞുകുട്ടൻ തമ്പുരാനൊക്കെ ഇങ്ങനെ ഒരുപാട് പേരെ കൊണ്ട് വിവർത്തനം ചെയ്തിരുന്നതും എഴുതാൻ പ്രേരിപ്പിച്ചിരുന്നതും. അങ്ങനെ കവിത ഒരുപാട് ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വിലയിരുത്തലും കൂടെ ആവശ്യമുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഈ കവി പക്വമാല എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ എഴുതുന്നവരെ, ഗോപാലൻകുട്ടി മാഷ പോലെ തന്നെ അക്ഷരശ്ലോകത്തിന് വേണ്ടി കവിതയുണ്ടാക്കി എഴുതിയ അത്തരം കവികളെയാണ് എടുത്തിട്ട് ഓരോ പഴങ്ങളുമായിട്ട് ഇങ്ങനെ പറയുന്നത്. അത് നമുക്ക് കൊടുങ്ങല്ലൂർ തന്നെ പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ ചന്ദ്രശേഖരൻ, പീതാംബരൻ, ചന്ദ്രശേഖര വാര്യർ, അങ്ങനെ പറഞ്ഞു വന്ന് കുറച്ച് സ്ത്രീ കവികളുണ്ട്. പിന്നെ അതിൽ കുറച്ച് പ്രസിദ്ധരായ കവികൾ എന്ന് പറഞ്ഞാൽ വിഷ്ണുനാരായണൻ നമ്പൂരിയും സുഗതകുമാരിയും ഉണ്ട്. അവരുണ്ട്. ഇവരൊക്കെ അദ്ദേഹത്തിന് ഏറ്റവും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ രുചിക്കനുസരിച്ച് എൻ്റെ സ്വാദിൽ വന്ന കവികളെയാണ് ഞാൻ പറയുന്നതെന്ന്. അപ്പോൾ തൻ്റെ സ്വാദിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ പുതിയ കവികളൊന്നുമല്ല, ആ പഴയ രീതിയിൽ തന്നെ സാമ്പ്രദായിക രീതിയിൽ എഴുതി വന്ന, അല്ലെങ്കിൽ ഒരു ലീലാലോലമായൊരു മനസ്സോടുകൂടി എഴുതിയ ആ കവികളെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തന്നെ ഇഷ്ടമുള്ളൊരു പഴം മാങ്ങയാണെന്നാണ് തോന്നുന്നത് ഇദ്ദേഹത്തിന്, മാമ്പഴം. അക്ഷരശ്ലോകകലയിൽ അദ്വിതീയനാണ് തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ. മഹാകവി കാത്തുള്ളിൽ അച്യുതമേനോൻ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ 21 വർഷമായി അക്ഷരശ്ലോക മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് ഈ കാവ്യലീലയെ നിലനിർത്തുന്നതിന് നേതൃപരമായ പങ്കുവഹിക്കുന്നത് തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോനാണ്. തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോന്റെ രചനകൾ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് വളരെ വൈകിയാണ്. വേദങ്ങളിലും വ്യാകരണങ്ങളിലും പാരംഗതനായിരുന്ന ഭർതൃഹരിയുടെ നീതിശതകത്തിൻ്റെ വൃത്താനുവൃത്ത പരിഭാഷ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് തൻ്റെ ഭാഷാവൈഭവത്തെ അദ്ദേഹം സഹൃദയലോകത്തിന് ബോധ്യപ്പെടുത്തിയത്. ഞാൻ ആദ്യമായിട്ട് കാത്തുള്ളിൽ അച്യുതമേനോൻ്റെ ഒരു ശ്ലോകം തന്നെ ചൊല്ലിക്കൊണ്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്നേരത്തുടൻ അന്ധകാര ചെകുരം ചിക്കിയിട്ട് ഖദ്യോതമം മിന്നും പൊന്മണിയും ധരിച്ച കുമുദാസ്യത്താൽ ചിരിച്ചങ്ങനെ കുന്തശ്രീ രതനങ്ങൾ കാട്ടിയഴകോടിൻ വീവരാപങ്കവും സാന്ദ്രാമോദമിളക്കി വന്നു നിശയം രാമാഭിരാമാനന. തുടർന്ന് ഭർതൃഹരിയുടെ തന്നെ വൈരാഗ്യശതകവും ശൃംഗാരശതകവും പരിഭാഷപ്പെടുത്തിയതോടെ തയ്യപ്പറമ്പിൽ കൂടുതൽ ശ്രദ്ധേയനായി. ധ്വനിപ്രധാനമായ ഭർതൃഹരിയുടെ കവിതകളെ അതിൻ്റെ അർത്ഥവും മനോഹാരിതയും ഒട്ടും ചോരാതെ വിവർത്തനം ചെയ്ത കഥാപുരുഷനെ പ്രശസ്ത കവി NK ദേശം വിശേഷിപ്പിച്ചത് കേരള ഭർതൃഹരി എന്നാണ്. തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോന്റെ പ്രശസ്തമായ ഖണ്ഡകാവ്യമാണ് ഭംഗനേത്രവിലാപം. 123 ശ്ലോകങ്ങളാണ് ഈ കൃതിയിലുള്ളത്. ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട കവി തൻ്റെ ഇഷ്ടദേവതയായ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ തിരുമുമ്പിലർപ്പിക്കുന്ന നിവേദന ദൈവേദ്യമാണിത്. കാഴ്ച നഷ്ടപ്പെട്ട ഒരാളുടെ തീവ്ര ദുഃഖവും കഷ്ടപ്പാടുകളും വിവിധ ചികിത്സാനുഭവങ്ങളും മനോഹരമായിട്ടാണ് ഈ കൃതി ആവിഷ്കരിക്കുന്നത്. മലയാളത്തിൽ പ്രചാരം നേടിയ സംസ്കൃത വൃത്തങ്ങളിൽ താരതമ്യേന കൂടുതൽ സംഗീതാത്മകമായ ഒന്നാണ് പുഷ്പിതാഗ്ര. ലഘുമയമായ ഗണങ്ങൾ ഏറുകയാൽ നല്ല പദസമ്പത്തും കാവ്യപ്രതിഭയും ഉള്ളവർക്ക് മാത്രമേ ഈ വൃത്തം
അതിൻ്റെ സൗന്ദര്യത്തോടുകൂടി വഴങ്ങുകയുള്ളൂ. ഭംഗനേത്ര വിലാപം പുഷ്പിതാഗ്ര വൃത്തത്തിലാണ് തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ ആവിഷ്കരിച്ചിട്ടുള്ളത്. തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ്റെ കവിത സാഹിത്യം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക സ്ഥാപനം എന്ന നിലയിൽ പതുക്കെ പതുക്കെ മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഭാവത്തിന്, അതിൻ്റെ ഒരു അധീശതയ്ക്ക് അല്പമൊക്കെ മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ന്. കവിതയിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഏറെ ഉള്ളത്. നമുക്കറിയാം, ഭാരതീയ സാഹിത്യ രൂപങ്ങളിൽ കവിത ഏറ്റവും പഴക്കമുള്ള, അതേസമയം ഏറ്റവും വൈവിധ്യമുള്ള, ആഖ്യാന വൈവിധ്യമുള്ള ഒരു സാഹിത്യ രൂപമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ തദ്ദേശീയമായിട്ടുള്ള, ഇപ്പോൾ 1900 തൊട്ട് എടുത്തു നോക്കിയാൽ മലയാളത്തിലെ കവിത വളരെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കിട്ടുന്ന ചരിത്രത്തിൽ വളരെ സജീവമായിട്ട് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാവ്യ അഭിരുചി പ്രധാനമായിട്ടും പഴയ ഒരു നിയോ ക്ലാസിക് ഭാവുകത്വവുമായിട്ട് കലർന്നാണ് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, അദ്ദേഹം പരീക്ഷിച്ച അല്ലെങ്കിൽ അദ്ദേഹം കൂടുതലായി അഭിരമിച്ച കാവ്യരചന രീതി അല്ലെങ്കിൽ ആ ആഖ്യാന തന്ത്രങ്ങളേറെയും ആദ്യകാലത്തെ മലയാള കവിതയിലെ തന്നെ ആ നിയോ ക്ലാസിക് ആഖ്യാന സമ്പ്രദായങ്ങളോടാണ് അദ്ദേഹം ചേർന്ന് നിൽക്കുന്നത്. ഒറ്റ ശ്ലോകങ്ങളായാലും മംഗള ശ്ലോകങ്ങൾ, പ്രശസ്തി ശ്ലോകങ്ങൾ, ചില ദേവതാസ്തുതികൾ ഒക്കെയായിട്ട് അത് കിടക്കുകയാണ്. മിക്കവാറും എല്ലാം തന്നെയും വൃത്തബദ്ധമായ രചനകളായിട്ടാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അത് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, അദ്ദേഹം ഈ കൊടുങ്ങല്ലൂർ പ്രദേശത്തിരുന്നു കൊണ്ട് വളരെ ദീർഘകാലം ഇവിടെ തന്നെ ജീവിക്കുകയും ഇവിടുത്തെ സാംസ്കാരിക രംഗങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് കൊടുങ്ങല്ലൂരിൻ്റെ ഒരു സാംസ്കാരിക രേഖ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒറ്റ ശ്ലോകങ്ങളെ ഒന്നാകെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അതിന് കാരണം, ഒന്ന്, അദ്ദേഹം കൊടുങ്ങല്ലൂരിൻ്റെ ഈ ഭൂമികയെ, അതിൻ്റെ ഒരു സ്ഥലഭൂമികയെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്. അരവാക്കുളം, ദളവാക്കുളം പോലത്തെ കുളങ്ങൾ, കൊടുങ്ങല്ലൂരിൻ്റെ സവിശേഷമായിട്ടുള്ള ഈ ഇടവഴികൾ, ഇവിടുത്തെ കൊടുങ്ങല്ലൂർ കാവ്, താലപ്പൊലി, അത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതയിൽ വരുന്നുണ്ട്. കൂടാതെ കൊടുങ്ങല്ലൂരിനെ ഒരു സാംസ്കാരിക ദേശമാക്കി ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച പ്രധാനപ്പെട്ട ആളുകളെല്ലാം അദ്ദേഹം തൻ്റെ കവിതയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് പലപ്പോഴും അവർ മരിച്ചപ്പോഴാകട്ടെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോഴൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള ചില പ്രശസ്തി ശ്ലോകങ്ങളും എല്ലാം ഇതിൻ്റെ ഒരു കൂട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. അതിൽ എം.എൻ. വിജയൻ മാഷ് മരിച്ചപ്പോൾ കേരളം മുഴുവൻ അറിയപ്പെടുന്ന വലിയ ചിന്തകനും സാഹിത്യ നിരൂപകനും ഒക്കെ ആയിരുന്ന എം.എൻ. വിജയൻ മാഷ് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ ഈ തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മാഷ് എഴുതിയ കവിത അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഇരുന്നത്. അപ്പോൾ ഞാനത് അങ്ങനെ കാണുകയുണ്ടായി. ആർക്കും ക്യാമറ ചേർത്ത് വെച്ച് സാധിക്കാ മരണം എന്ന് പറയുന്ന വരിയിൽ തുടങ്ങുന്ന ഒരു കവിതയായിരുന്നു അത്. അങ്ങനെ ഒരേ സമയം അദ്ദേഹം ഈ നിയോ ക്ലാസിക് കാവ്യ ഘടനയിൽ നിൽക്കുമ്പോഴും പ്രമേയപരമായിട്ട് സമകാലികമാകാനുള്ളൊരു ശ്രമവും കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മലയാള കവിതയുടെ പരിണാമങ്ങൾക്കിടയിൽ മഹാകാവ്യങ്ങളും ഖണ്ഡകാവ്യങ്ങളും പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാവ്യസന്ധിയിൽ ചെറിയ ഭാവഗീതങ്ങൾ മാത്രമാണ് കവിത എന്നൊരു കാഴ്ചപ്പാട് എഴുത്തുകാരിലും സഹൃദയരിലും രൂപപ്പെട്ടിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിനെ ഇക്കവിതയിലൂടെ തിരുത്താനാണ് തയ്യപ്പറമ്പിൽ ശ്രമിച്ചത്. ദുർബലമായ കാൽപ്പനിക ലോലതയ്ക്കെതിരെ തൻ്റെ നീണ്ട കവിതകൾ കൊണ്ട് പ്രതിരോധം തീർത്ത എൻ.വി. കൃഷ്ണവാര്യരെ പോലെ മറ്റൊരു തരത്തിൽ തനത് കവിതയുടെ പ്രതിരോധവും വീണ്ടെടുപ്പുമാണ് ഈ കാവ്യത്തിലൂടെ തയ്യപ്പറമ്പിൽ നടത്തുന്നതെന്ന് എൻ.കെ. ദേശം അഭിപ്രായപ്പെട്ടത് വളരെ പ്രസക്തമാണ്. ആധുനിക കവിതയുടെ മലവെള്ളപ്പാച്ചിലിൽ പഴയ കാവ്യസംസ്കാരം മണ്ണടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രതാപങ്ങൾ നിശേഷം നശിക്കാത്ത വിധത്തിൽ പൈതൃകത്തിൻ്റെ വിത്തുകൾ ഇനിയും ഈ മണ്ണിൽ മുളപൊട്ടാൻ കാത്തുകിടക്കുന്നു എന്ന് വിളംബരം ചെയ്യുന്നൊരു കൃതിയാണ് ദൈവയോഗം.
ഒരു നാൾ കടലിനു മതമിളകിയപ്പോൾ നാം അതിന് പേരുകൊടുത്തു സുനാമി. മനുഷ്യനിർമ്മിതമായ എല്ലാ ശക്തിദുർഗങ്ങളെയും കടപുഴക്കിക്കളഞ്ഞ സുനാമിയുടെ ഉഗ്രതാണ്ഡവം പശ്ചാത്തലമാക്കി എഴുതിയ ഒരു കൃതിയാണ് ദൈവയോഗം. 7 ദിനരാത്രങ്ങൾ തിരമാലയുടെ താരാട്ടുപാട്ട് കേട്ട് സാഗരശയ്യയിൽ സുരക്ഷിതമായി കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കുഞ്ഞിൻ്റെ കഥ പറയുന്ന ദൈവയോഗം ഹൃദ്യമായ ഭാവനകളുടെ കേളീരംഗമാണ്. തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ്റെ ഒരു പുസ്തകത്തിനെ കുറിച്ചാണ് ഞങ്ങൾ ഒന്നിച്ചുകൂടി നിന്ന് പറയുന്നത്. അദ്ദേഹം കൊടുങ്ങല്ലൂക്കാരനാണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. അതോടൊപ്പം ഒരു കാര്യം കൂടി മിക്കവാറും ആൾക്കാർക്ക് അറിയും എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, ഒരു പ്രധാന കാര്യം, അദ്ദേഹം കവിത എഴുതുന്ന ആളാണെന്നുള്ളതാണ്. കവിത എന്ന് പറഞ്ഞാലോ ഇന്നത്തെ കവിതയല്ല, കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കവിതയുണ്ട്. ആ കവിതയാണ് ഗോപാലൻകുട്ടി മേനോൻ എഴുതാറുള്ളത്. അത് സാധാരണ നിലയ്ക്ക് പറഞ്ഞാൽ കുറച്ച് പഴയ കവിത എന്ന് പറഞ്ഞാലേ മുഴുവനാവുള്ളൂ. ഈ പഴയ കവിത ഗോപാലൻകുട്ടി മേനോനെ പോലെയുള്ള വളരെ ചുരുക്കം ആൾക്കാരെ ഇന്ന് എഴുതുന്നുള്ളൂ. അത് അതിനേക്കാൾ ഭംഗിയായിട്ട് ഇന്ന് ഗോപാലൻകുട്ടി മേനോനെ പറയാൻ സാധിക്കുന്നു, എഴുതാൻ സാധിക്കുന്നു, ആൾക്കാരെ കൊണ്ട് അത് ആസ്വദിപ്പിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്നത് വിവേകാനന്ദ വിജയം എന്ന മഹാകാവ്യമാണ്. ഇന്ത്യയിലെ മഹാനായ ദാർശനികനും ആത്മീയാചാര്യനുമായ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ ആത്മീയതയുടെ ലോക പ്രതിനിധാനമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അത്തരമൊരു ആത്മീയ വ്യക്തിത്വത്തിൻ്റെ സർവതല സ്പർശിയായ ജീവിതാവിഷ്കാരമാണ് വിവേകാനന്ദ വിജയം മഹാകാവ്യം. 12 സർഗങ്ങളിലായിട്ടാണ് ഈ മഹാകാവ്യം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഓരോ സർഗത്തിൻ്റെയും അവസാനം വൃത്തം മാറുന്നുണ്ട്. പാദങ്ങളിൽ 8 അക്ഷരമുള്ള അനുഷ്ടുപ്പ് മുതൽ 21 അക്ഷരമുള്ള ശ്രഗ്ധര വരെയുണ്ട്. മാലിനിയും വസന്തതിലകവും മഞ്ജുഭാഷിണിയുമെല്ലാം ഈ മഹാകാവ്യത്തിൻ്റെ താളവും മീണവും നിർണയിക്കുന്നുണ്ട്. വിയോഗിനിയും പുഷ്പിതാഗ്രയും ഇന്ദ്രവജ്രയും വിവേകാനന്ദ വിജയത്തെ സംഗീതാത്മകമാക്കുകയും ചെയ്യുന്നു. വിവേകാനന്ദൻ്റെ ജീവിതം ആദ്യമായിട്ടാണ് മലയാളത്തിൽ മഹാകാവ്യത്തിന് വിഷയമാകുന്നത്. കവിതകളുടെ വൈവിധ്യമാർന്ന കൈവഴികളിലൂടെ ഒഴുകിയൊഴുകി മലയാള കവിത ബഹുസ്വരമായൊരു ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുമ്പോൾ കവിതയുടെ ബൃഹദ്രൂപമായ മഹാകാവ്യവുമായി താനിവിടെ ഉണ്ടെന്ന് തയ്യപ്പറമ്പിൽ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചന്ദനക്കാട്, ആ കാട് വെട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ചന്ദനത്തിൻ്റെ സൗരഭ്യം നിർത്തണ മാതിരി സാക്ഷാൽ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ നമ്മളെയൊക്കെ വിട്ടുപോയി എന്നുണ്ടെങ്കിലും ആ ചന്ദനത്തിൻ്റെ സൗരഭ്യം സൂക്ഷിച്ചു വയ്ക്കുന്ന അപൂർവം ചില വ്യക്തികളിൽ ഒരാളായിട്ടാണ് ഞാൻ ഗോപാലൻകുട്ടി മേനോനെ കാണുന്നത്. ഒരു അധ്യാപകനായി ജീവിതം കഴിച്ച കാരണം അദ്ദേഹത്തിന് എപ്പോഴും ഒരു സ്ഥിരോത്സാഹമാണ്. ഏതൊരു പരിപാടിക്ക് വിളിച്ചാലും എത്ര വയ്യെങ്കിലും അദ്ദേഹം ഓടിയെത്തി ആ സാന്നിധ്യം കൊണ്ട് തന്നെ നമ്മളെ അനുഗ്രഹിക്കും. പിന്നെ പോരെങ്കിൽ ഏതൊരു പരിപാടിയിലായാലും ഉടനെ തന്നെ അതിനെ പറ്റിയിട്ടൊരു നിമിഷ കാവ്യം ഉണ്ടാക്കും. എന്നെപ്പറ്റി തന്നെ പല പ്രാവശ്യവും അദ്ദേഹം പല കവിതകളുണ്ടാക്കി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം വിവേകാനന്ദ സ്വാമികളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ആദരവ് എടുത്ത് കാണിക്കാനായിട്ട് ഒരു മഹാകാവ്യ രചനയിൽ ഏർപ്പെട്ടത്. സംസ്കൃതത്തിൽ വിവേകാനന്ദ സ്വാമിയെ പറ്റിയിട്ട് രചനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മലയാളത്തിലെ ജീവിതം മുഴുവനും വിവേകാനന്ദ സ്വാമികളുടെ സമാഹരിച്ചുകൊണ്ടുള്ള ഒരു കാവ്യം നമ്മുടെ ഗോപാലൻകുട്ടി മേനോനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മലയാള കാവ്യചരിത്രത്തിൽ കാത്തുള്ളിൽ അച്യുതമേനോൻ്റെ കവിപുഷ്പമാലയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ കവികളെയെല്ലാം ഓരോരോ പുഷ്പത്തോട് ഉപമിച്ചുകൊണ്ടുള്ള കാവ്യം ഏറെ പുതുമയുള്ള ഒന്നായിരുന്നു. ഇതേ മാതൃകയിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കവിഭാരതം എന്നൊരു കൃതി രചിച്ച്
വിവാദമായതും സാഹിത്യചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രസക്തരായ കുറേ കവികളെയെങ്കിലും മഹാഭാരതത്തിലെ അപ്രധാന കഥാപാത്രങ്ങളോടാണ് തമ്പുരാൻ ഉപമിച്ചതെന്നും ചിലരെ ഒഴിവാക്കിയെന്നും ആക്ഷേപിച്ചുകൊണ്ട് മൂലൂർ പത്മനാഭ പണിക്കർ കവിരാമായണമെന്നൊരു കൃതി രചിച്ച് പകരം വീട്ടിയ കഥ ഏറെ പ്രസിദ്ധമാണ്. ഇത്തരം കാവ്യമാതൃകകളുടെ ഒരു പിന്തുടർച്ചയാണ് കവിപക്കമാല. മലയാളത്തിലെ പ്രശസ്തരായ കവികളെ വിവിധ ഫലങ്ങളോടാണ് തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ ഈ കവിതയിൽ സാദൃശ്യപ്പെടുത്തുന്നത്. അക്കിത്തത്തെ കദളിപ്പഴത്തോട്, എസ് രമേശൻ നായരെ മാതളത്തോട്, NK ദേശത്തെ പ്രിയൂർമാങ്ങയോട്, ഡോക്ടർ M ലീലാവതിയെ ചോന്ന ചിങ്കമ്പഴത്തോട്, ഈ വിധം ഉപമകൾക്കാധാരമായ അവരുടെ കാവ്യഗുണങ്ങളെ വർണ്ണിച്ച ശേഷമാണ് ഇങ്ങനെ മനോഹരമായ ഉപമാനങ്ങളിലൂടെ കവികളെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മലയാളത്തിൻ്റെ, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരിൻ്റെ ശ്രേഷ്ഠമായ കാവ്യപാരമ്പര്യത്തിൽ മഹത്തായ അടയാളങ്ങൾ ഉണ്ടാക്കിയ ശ്രേഷ്ഠ കവിയാണ് ഗോപാലൻകുട്ടി മാഷ്. ഇന്ന് ഉത്തരാധുനിക ഈ കാലത്ത് നിന്ന് കവിതയെ ആഴത്തിൽ മനസ്സിലാക്കുകയും അതിൻ്റെ ഔന്നിത്യം തിരിച്ചറിയുകയും ചെയ്ത അദ്ദേഹത്തിനെ പോലുള്ള ഒരുപാട് വ്യക്തികൾ, മലയാളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വ്യക്തികൾ പണിതുയർത്തിയ ആ കാവ്യ തറയിൽ തന്നെയാണ് ഈ ഉത്തരാധുനിക കവിതയും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, വലിയ കവികൾ ചെയ്ത സംഭാവനകളുടെ തുടർച്ചയാണ് ഇന്നത്തെ ഈ കവികൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യവും കവിതയിൽ അർപ്പിതമായ ഒരു വളരെ സ്വതന്ത്രമായ ഒരു കാവ്യരീതി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവുമെല്ലാം കിട്ടുവാൻ ഇങ്ങനെ ഈ പാരമ്പര്യം കാത്തുസൂക്ഷിച്ച ഈ കവികളുടെ സംഭാവനകൾ ഒട്ടനവധിയാണ്. അതിൽ ശ്രേഷ്ഠനായ ഒരാളാണ് കൊടുങ്ങല്ലൂർക്കാരനായ ഗോപാലൻകുട്ടി മാഷ്. കവനകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച 700ഓളം സൃഷ്ടികൾ സമാഹരിച്ചതാണ് കവനമാല എന്ന കൃതി. വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള നൂറുകണക്കിന് മുത്തുകൾ കൊണ്ട് കൊരുത്തെടുത്തൊരു മനോഹരമായ മാല്യം പോലെയാണ് കവനമാല എന്ന കൃതി. ഈ കൃതിയിൽ ഖണ്ഡകാവ്യങ്ങളുണ്ട്, ചരമഗീതങ്ങളുണ്ട്, ആശംസാഗീതങ്ങളും പ്രശംസാ ശ്ലോകങ്ങളുമുണ്ട്, ബഹുവിധ വിഷയത്തെ അധികരിച്ചുള്ള കവിതകളുമുണ്ട്. വേർപാടിൻ്റെ വേദനയിലുണ്ടാകുന്ന അണമുറിയാ പ്രവാഹമാണ് ചരമഗീതങ്ങൾ. താൻ സ്നേഹിച്ചിരുന്ന, ആരാധിച്ചിരുന്ന വ്യക്തി എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും വിട പറയുമ്പോഴുണ്ടാകുന്ന വിരഹവേദന ഓർമ്മകളെ തൊട്ടുണർത്തും. ഓർമ്മകളും സങ്കടങ്ങളും ഒരുമിച്ചൊഴുകുന്നൊരു നദി രൂപപ്പെടുകയാണിവിടെ. ഈ കാവ്യനദിയിലെ അക്ഷരജലത്തിൽ ഏറെ കണ്ണീരുപ്പ് കലർന്നിട്ടുണ്ട്. സുകുമാരഴീക്കോടും കൊടുങ്ങല്ലൂർ അമ്മണിയമ്മയും ഗുരു ഗോപാലകൃഷ്ണനും പ്രൊഫസർ MN വിജയനും ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഗോപാലൻകുട്ടി മേനോൻ ചരമഗീതങ്ങൾ എഴുതി. ആത്മസുഹൃത്തുക്കളായ സംസ്കൃത പണ്ഡിതൻ ശങ്കുണ്ണിക്കുട്ടൻ്റെയും ശ്രീദേവി ടീച്ചറുടെയും മരണമുൾപ്പെടെ കാവ്യചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. ONVയ്ക്കും P ഭാസ്കരനും കുഞ്ഞുണ്ണി മാഷിനും അവരുടെ കാവ്യവിജയങ്ങളിൽ ആശംസ നേർന്നുകൊണ്ട് ശ്ലോകം നിർമ്മിച്ചു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വിജയം നേടിയ സാധാരണ മനുഷ്യരെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് എഴുതി. അവരെ അനുമോദിച്ചും ആശീർവദിച്ചും മംഗളം നേർന്നും എഴുതിയ ഒട്ടേറെ ശ്ലോകങ്ങളും ഇതിലുണ്ട്. ഒരു പുരുഷായുസ് കൊണ്ട് എഴുതി തീർക്കാൻ പറ്റാത്തതാണ് മഹാഭാരതം എന്ന് പറയുന്ന മഹാ ഇതിഹാസം എന്നാണ് ആധുനികരുടെ അഭിപ്രായം. അത്രയും വലിയ ഇതിഹാസം വെറും 3 വർഷം കൊണ്ട് മലയാളത്തിലേക്ക് പദാനുപദമായി വിവർത്തനം ചെയ്ത കവിയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ആ ഒരു മഹാപാരമ്പര്യം കൊടുങ്ങല്ലൂരിന് എന്നും ഉണ്ടായിരുന്നു. ഇവിടുത്തെ കൊടുങ്ങല്ലൂർ കളരിയിൽ നിമിഷ കവിതയും ഒക്കെ എഴുതിയിരുന്ന കവികളെ സംബന്ധിച്ചിടത്തോളം കവിതാ രചന എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസം പോലെ അത്ര നൈസർഗികമായൊരു കാര്യമായിരുന്നു. അവർക്ക് ഏത് കാര്യവും ശ്ലോകരൂപത്തിൽ അവതരിപ്പിക്കാൻ അനായാസമായ കൈത്തഴക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ സമകാലിക പ്രതിനിധിയാണ് ഈ കവി. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ നേത്രഭംഗം നേരിട്ട ദുഃഖമായാലും അതുപോലെ ഭൂകമ്പം നേരിട്ടപ്പോഴുള്ള പ്രതികരണമായാലും എല്ലാം കാവ്യരൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്.
സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ ആധുനികനെ സംബന്ധിച്ചിടത്തോളം അത്രയും പേഴ്സണലായ അനുഭവങ്ങൾ കവിതയിൽ എഴുതുമ്പോഴുള്ളതുപോലെയുള്ള വൈകാരികത അല്ല. അതിന് പകരം അദ്ദേഹം വളരെയേറെ ഈ ശ്ലോകരചന പാഠവത്തിലാണ് ശ്രദ്ധിക്കുന്നതെന്ന് കാണാം. ഇതും ആ കൊടുങ്ങല്ലൂർ കളരിയുടെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു എന്ന് പറയാം. ആ നിയോ ക്ലാസിക് പാരമ്പര്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. പ്രമേയത്തിനേക്കാൾ ഇവർ ആ ഒരു കവിതയുടെ ക്രാഫ്റ്റിലാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിൽ ആശയം വന്നാലും അതിനെ കാവ്യരൂപത്തിലാക്കാൻ പറ്റുന്ന ഒരു അനായാസത ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ, ഗോപാലമേനോൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അന്ന് ഭാഷാഭൂഷണി സഭയൊക്കെ നമ്മുടെ കാലത്ത് ഏറ്റവും അധികം കാവ്യരചനാ മത്സരങ്ങളൊക്കെ നടന്നിരുന്നു. മലയാള കവിത പല പടവുകളിലൂടെയാണ് ഇന്ന് എത്തിയതെന്ന് കാണാം. അതിൽ ശ്രദ്ധേയമായ ഒരു പടവാണ് ഈ കൊടുങ്ങല്ലൂർ കളരിക്കാരുടെ ഈ കവിതാ മത്സരങ്ങൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം കൊണ്ട് തന്നെ ഏതിനെയും കവിതാ രൂപത്തിലാക്കാൻ പറ്റും. അന്ന് സംസ്കൃതത്തിൽ പണ്ടേ ഉണ്ടായിരുന്ന സുഭാഷിത രൂപത്തിലുള്ള കവിതകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. എം.എൻ. വിജയമാഷും ഭരത് ഗോപിയൊക്കെ മരിക്കുമ്പോൾ ചരമശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. ധാരാളം മംഗള ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയും മുക്തകങ്ങൾ ധാരാളമായി എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയും നമ്മുടെ ആ കൊടുങ്ങല്ലൂർ കളരിയുടെ ബാക്കി പത്രങ്ങളായിട്ട് നിലനിൽക്കുന്നു. ഒരു കാലഘട്ടത്തിലെ മനുഷ്യരെക്കുറിച്ച്, അവർ വ്യാപരിച്ചിരുന്ന മണ്ഡലങ്ങളെക്കുറിച്ച്, അവരുടെ സവിശേഷ വ്യക്തിത്വങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ്റെ ഈ രചനകൾ ഒരു പാഠശാലയാണ്, വിശേഷിച്ചും ഭാഷാ വിദ്യാർത്ഥികൾക്ക്. ആദരണീയനായ തയ്യപ്പറമ്പിൽ ശ്രീ ഗോപാലൻകുട്ടി മാഷെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി വരുമ്പോൾ മാഷിൻ്റെ കാവ്യ ജീവിതത്തെ മാത്രമല്ല അതടയാളപ്പെടുത്തുന്നത്, തികച്ചും പ്രാക്തനമായ ശൈലിയിൽ ആയിരക്കണക്കിന് കവിതകൾ ഒരു സാധകം പോലെ, ഒരു അനുഗ്രഹം പോലെ എഴുതുകയും അതിൻ്റെ പ്രസിദ്ധീകരണമോ ഇന്ന് മലയാള കവിതയിൽ കാണുന്ന തരത്തിലുള്ള അഭിനിവേശങ്ങളൊന്നും തന്നെ ഇല്ലാതെ കവിതയോടുള്ള അദമ്യമായ ഒരു ആഗ്രഹം കാരണം മാഷിത്തരത്തിൽ കവിതകൾ ഇങ്ങനെ ആയിരക്കണക്കിന് കവിതകൾ എഴുതി കൂട്ടുകയാണ്. ഈ കവിതകളെല്ലാം എഴുതുമ്പോൾ തന്നെ കൊടുങ്ങല്ലൂരിൻ്റെ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരു പരിച്ഛേദം മാഷിൻ്റെ കവിതകളിൽ എല്ലാം തെളിഞ്ഞു കിടക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ ജനിച്ച് കേരളത്തോളം ഭാരതത്തോളം വളർന്ന വലിയ വലിയ മഹാരഥന്മാരെ തൻ്റെ കവിതകളിലൂടെ അടയാളപ്പെടുത്തുക വഴി കൊടുങ്ങല്ലൂരിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രം തന്നെയാണ് മാഷ് തൻ്റെ കവിതകളിലൂടെ പ്രതിപാദിച്ചിട്ടുള്ളത്. മാഷുമായുള്ള മറ്റ് ബന്ധങ്ങൾ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ സച്ചുമാഷിൻ്റെ സതീർത്ഥ്യനും സുഹൃത്തുമായിരുന്നു മാഷും ടീച്ചറും എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. അതോടൊപ്പം മാഷിൻ്റെ മക്കൾ രമേശ്, നാരായണൻകുട്ടി ഉൾപ്പെടെ സഹോദരി പുത്രിമാരായ കലച്ചേച്ചിയും ലതച്ചേച്ചിയും ഉൾപ്പെടെയുള്ളവരുമായി വളരെ ആത്മസൗഹൃദമുള്ള ഒരു കുടുംബ അംഗം കൂടിയാണ് ഞാൻ. മാഷിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ എൻ്റെ സ്ഥാപനം 20 വർഷം മുമ്പ് ഞാൻ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉദ്ഘാടകൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അവിടെ വെച്ചൊരു കവിത ഭൂമിക എന്ന് പറഞ്ഞ് എനിക്ക് എഴുതി തരികയുണ്ടായി. എൻ്റെ സഹോദരിയുടെ കല്യാണത്തിനും എൻ്റെ അച്ഛൻ്റെ മരണത്തിനും, അച്ഛൻ്റെ മരണശേഷം മാഷ് പിറ്റേ ദിവസം വീട്ടിൽ വന്ന് ഈ കവിത എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായത്. അച്ഛൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു 6 പേജോളം വരുന്ന കവിതയാണ്. അച്ഛൻ ആദ്യമായി പോയി തിരുവില്ലാമലയിൽ ജോയിൻ ചെയ്ത, കൊല്ലങ്കോട് ജോയിൻ ചെയ്ത കാലം മുതൽ ഇവരൊരുമിച്ച് ജോയിൻ ചെയ്യാൻ പോകുന്ന മുതലുള്ള ഒരു സന്ദർഭം അതിൽ വെച്ചിട്ടാണ് ആ കവിത മാഷ് എഴുതിയിരിക്കുന്നത്. ആ കവിത എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു ഡോക്യുമെൻ്ററി മാഷെക്കുറിച്ച് വരും തലമുറയ്ക്ക് മുന്നിൽ കൊടുങ്ങല്ലൂരിൻ്റെ സാഹിത്യ സംഭാവനകൾ, ഒരു കവി തൻ്റെ കവിതയിലൂടെ ഒരു പ്രദേശത്തിൻ്റെ സമഗ്രമായ ചിത്രം വരച്ചിടുന്നതാണ് മാഷിൻ്റെ കവിതകൾ. അതുമൂലം വരുംകാല തലമുറയ്ക്ക് മുന്നിൽ അടയാളപ്പെടുത്തിയ മാഷിൻ്റെ കാവ്യ ജീവിതത്തെ ഇത്തരമൊരു ഡോക്യുമെൻ്ററി ആക്കാൻ തുനിഞ്ഞ ബക്കർ മാഷോടുള്ള ഒരു നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് മാഷിൻ്റെ കാവ്യ ജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. ഒപ്പം മാഷിന് ആയുരാരോഗ്യ സൗഖ്യവും നേരുകയാണ്. തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠത ഒന്ന്, അദ്ദേഹത്തിൻ്റെ ദ്രുതകവനം. ഒരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന സമയത്ത് ആ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ ആൾക്കാരുടെയും പേര് വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്
ആ യോഗം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ടാവും, ഒരു ശ്ലോകം രചിച്ചിട്ടുണ്ടാവും. സംസ്കൃത വൃത്തത്തിൽ ഇന്ന് കവിതകൾ എഴുതാനും വൃത്തഭംഗം കൂടാതെ എഴുതാനും സാധിക്കുന്ന അപൂർവം കവികളിൽ ഒരാളാണ് അദ്ദേഹം. മഹാകാവ്യം ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമെന്ന് തന്നെ എനിക്കറിയില്ല. ഈ മഹാകാവ്യം ഒരു സാഹിത്യത്തിലെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ അതിന് ചില നിഷ്കർഷ നിയമമുണ്ട്. നഗര അർണവ ശൈലർത്തു എന്നൊക്കെ പറഞ്ഞ് വർണ്ണനപ്രധാനമായിട്ടുള്ളതാണ്, വളരെ ബൃഹത്തായതാണ്. അതെല്ലാം തികഞ്ഞുകൊണ്ടുള്ളൊരു മഹാകാവ്യമാണ് അദ്ദേഹത്തിൻ്റെ വിവേകാനന്ദ വിജയം എന്നുള്ളത്. ഒരു ചരിത്രകാവ്യമാണ്, അതൊരു മഹാകാവ്യമാണ്. അതിൽ വസ്തുനിഷ്ഠമായിട്ട് തന്നെ ആ വിവേകാനന്ദ സ്വാമിജിയുടെ ജീവചരിത്രവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ മഹാകാവ്യത്തിൻ്റെ ആ പുരാതനമായിട്ടുള്ള ആ ശൈലി അതൊന്നും ഒട്ടും വ്യതിചലിക്കാതെയാണ് എഴുതിയേക്കണേ. ദ്രുതഗമനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവം, ഏതാണ്ട് ഒരു 32 വർഷം മുമ്പ് ഞാൻ പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു അക്ഷരശ്ലോക സദസ്സ് ഉണ്ടായിരുന്നു. ആ അക്ഷരശ്ലോക സദസ്സ് ഞങ്ങൾ ആഴ്ചയിലിരുന്ന് ചെല്ലും. അപ്പോൾ അതിൽ ഒരു ഇടയ്ക്ക് ഇദ്ദേഹം വരാറുണ്ട്. അന്നൊക്കെ അദ്ദേഹം 2 വീലറായാലും കാറായാലും ഒക്കെ വളരെ വളരെ വേഗത്തിൽ ചെറുപ്പക്കാർ ഓടിക്കണ പോലെ ഓടിച്ചാൽ വരിക, ബൈക്കിലൊക്കെയാണ് വരിക അവിടെ. അങ്ങനെ വന്ന് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ചൊല്ലും. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാരണന്മാരുടെ കൂടെ നടക്കാൻ പോയിട്ട് വന്നിരുന്നു. അപ്പോൾ ആ അക്ഷരശ്ലോക സദസ്സിൽ അദ്ദേഹം തത്സമയം ഒരു ശ്ലോകം ചൊല്ലി. കണ്ണെത്താത്ത വയൽ പരപ്പും ഇളകിപ്പായും കനാൽ വെള്ളവും മണ്ണിൽ പൊൻവിളയ്ക്കും ഉത്തമ കൃഷിക്കാർ തൻ കുടുംബങ്ങളും കണ്ണിൽ കണ്ടു രസം പറഞ്ഞു രസികന്മാരൊത്തൊരു നാളഹം തിണ്ണം ചെയ്ത സവാരി എൻ്റെ മതിയിൽ മായില്ല കില്ലില്ലതിൽ. അതപ്പോൾ ഉണ്ടാക്കി ചൊല്ലിയൊരു ശ്ലോകമാണ്. ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം മുഴുവനും അതിൽ വന്നേക്കാണ്. അതിൽ ഈ സംസ്കൃത പല വൃത്തങ്ങളിൽ വരുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വൃത്തങ്ങളും അദ്ദേഹത്തിന് സ്വാധീനമാണ്. ഈ വാക്കുകളൊക്കെ ഒരു പദപ്രവാഹം മുഴുവനും ആ വൃത്തത്തിൽ കൂടെ ഇങ്ങനെ വരണ കാണാൻ ബഹു രസമാണ്. അത് വളരെ ഒരു സഹൃദയനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദ്യമായൊരു സദ്യയാണ് അദ്ദേഹത്തിൻ്റെ മുക്തകങ്ങൾ ആയാലും കാവ്യങ്ങളായാലും വായിച്ചു പോകാൻ വേണ്ടിയിട്ട്. ശ്രീ തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോനെ ഞാൻ പരിചയപ്പെടുമ്പോൾ എനിക്കുണ്ടായ ഒരു പ്രത്യേക അടുപ്പം അദ്ദേഹം എൻ്റെ അധ്യാപകൻ തയ്യപ്പറമ്പിൽ നാരായണൻകുട്ടി മേനോൻ്റെ അനുജനാണ് എന്നുള്ളതാണ്. ഒരേ സബ് ജില്ലയിൽ ഞങ്ങൾ കുറേ കാലം അധ്യാപകരായി വർക്ക് ചെയ്തു. അതിൽ തന്നെ കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ അദ്ദേഹം ഹെഡ് മാസ്റ്ററായി. ഞാനന്ന് ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള അവസരം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ ബാലസാഹിത്യ സമിതിയുടെ പ്രതിനിധിയായി ഞാൻ പോയി സാഹിത്യ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനേക്കാൾ പ്രത്യേകമായ ഒരു കാര്യം, ഓരോ വർഷവും പ്രധാന അധ്യാപകർ റിട്ടയർ ചെയ്യുന്ന ഓരോ അധ്യാപകനെക്കുറിച്ചും അദ്ദേഹം കവിതകൾ എഴുതി സമർപ്പിക്കും. അത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് വന്നപ്പോൾ ആരെങ്കിലും കവിത എഴുതുന്നുണ്ടോ എന്ന് മറ്റ് പ്രധാന അധ്യാപകർ ചോദിച്ചു. പക്ഷേ എഴുതാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തിൻ്റെ പ്രയത്നം സഫലീകൃതമായി എന്ന് ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 84-ൻ്റെ നിറവിൽ ശതാഭിഷേകനായ അവസരത്തിൽ ഞങ്ങളെപ്പോലെയുള്ള ഒട്ടേറെ കവികളെ വിളിച്ച് സ്വന്തം കവിതകൾ അവതരിപ്പിക്കുന്നതിന് അവസരമൊരുക്കി. ആ സമയത്ത് അങ്ങനെ സ്വന്തം കവിതകൾ ചൊല്ലിയ ആളുകളെ പൊന്നാട അണിയിക്കുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകം
സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി കേട്ടിട്ടില്ല. കൊടുങ്ങല്ലൂർ കാവ്യ സംസ്കൃതിയുടെ അക്ഷയ സ്രോതസ്സാണ് ഇന്നും മഹാകവി തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ. കേരള ഭർതൃഹരി എന്നാണ് ഒരു പൊതുസമ്മേളനത്തിൽ വച്ച് മേനോനെ NK ദേശം വിശേഷിപ്പിച്ചത്. ഭർതൃഹരിയുടെ വൈരാഗ്യ ശതകം, ശൃംഗാര ശതകം തുടങ്ങിയ ശതകങ്ങൾ മേനോൻ പച്ച മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. കൂടാതെ 1001 സംസ്കൃത സുഭാഷിതങ്ങളും അദ്ദേഹം ഭാഷാന്തരീകരിച്ചു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കാവ്യസംഭാവനകൾ നിരവധിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കാണുന്നത് വിവർത്തന സാഹിത്യത്തിലാണ്. സംസ്കൃതത്തിലും മലയാളത്തിലും പണ്ഡിതനായ ഇദ്ദേഹം ഇവിടെ ഇന്ന് കാവ്യരംഗത്തും സാഹിത്യരംഗത്തുമുള്ള ചെറുതും വലുതുമായ എല്ലാ സർഗാത്മക പ്രതിഭകൾക്കും താങ്ങും തണലുമാണ്. ഗോപാലൻകുട്ടി മാഷെക്കുറിച്ച് പറയുമ്പോൾ കാവ്യ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കവിതാരചന അതുപോലെ തന്നെ അക്ഷരശ്ലോകരചന എല്ലാം നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേകത, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് കൈമുതലായിരുന്ന ആ ദ്രുത കവന പാടവം, അത് കൊടുങ്ങല്ലൂരിൻ്റെ ഒരു പാരമ്പര്യം കൈമോശം വന്നു പോകാതെ വളരെ ഭംഗിയായി കാത്തു സൂക്ഷിക്കുന്ന ഒരു കാവ്യ വ്യക്തിത്വമാണ് ശ്രീ ഗോപാലൻകുട്ടി മാസ്റ്ററുടേത്. നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരു റണ്ണിങ് കമൻട്രി പോലെ അത് കാവ്യ രൂപേണ അവതരിപ്പിക്കണമെങ്കിൽ അസാമാന്യമായ പാടവം വേണം. തീർച്ചയായിട്ടും സരസദ്രുത കവി കിരീടമണി എന്ന് മുമ്പ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് ചാർത്തി കൊടുത്ത ആ കിരീടം ഇന്ന് കൊടുങ്ങല്ലൂർ ജീവിച്ചിരിക്കുന്ന ഗോപാലൻകുട്ടി മാസ്റ്റർക്കും നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. സംസ്കൃതത്തിൽ കുറിക്കപ്പെട്ടിട്ടുള്ള അനേകം സങ്കീർണമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളെ വളരെ ലളിതമായ ഭാഷയിലൂടെ ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാകുന്ന ശുദ്ധമായ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് മലയാളിക്ക് മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 85 വർഷം നീണ്ടുനിന്ന ജീവിതയാത്രയിലെന്നും കവിതയുടെ ഒരു പാഥേയം തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ കരുതിയിരുന്നു. കാണുന്നവർക്കൊക്കെ അതിൽ നിന്നും വിളമ്പിക്കൊടുത്താലും ഒട്ടും തന്നെ കുറയാതെ ശേഷിക്കുന്ന കവിതയുടെ പഞ്ചാമൃതമായിരുന്നു ആ പാഥേയം നിറയെ. മലയാള കവിതയുടെ വഴിയമ്പലങ്ങളിലാണ് ഈ യാത്രികൻ തൻ്റെ സ്വപ്നങ്ങളെയും ആദർശങ്ങളെയും ആവിഷ്കരിച്ചത്, ഭാവനകൾക്ക് വർണ്ണം ചാലിച്ചെഴുതിയത്, അന്തരാത്മാവിൻ്റെ സംഗീതത്തിന് ചിറകുകൾ നൽകിയത്. തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ അദ്ദേഹത്തിൻ്റെ കാവ്യഭൂമിയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഈ യാത്രക്കിടയിലും അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജന്മം മുഴുവൻ കവിതക്കായി നീക്കിവെക്കാൻ കഴിഞ്ഞതിൻ്റെ തികഞ്ഞ ആത്മസംതൃപ്തിയോടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. സൗഭാഗ്യമേകുന്നൊരു കൊങ്ങിണിപ്പൂ സൗന്ദര്യ സംവർദ്ധകമായി ധരിച്ച് സംക്രാന്തി സാരസ്വത വിപ്രവർഗം സന്തുഷ്ടരായി മുമ്പ് വരും യഥേഷ്ടം.